ഹായ് ഗായ്സ്, അപ്പം ഞങ്ങൾ വന്നിരിക്കുന്ന ചെറിയൊരു വിശേഷം പറയാൻ കേട്ടോ. വേറെ ഒന്നുമല്ല, ഞങ്ങൾക്ക് 100 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ചെറുതായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ വേറെ ഒന്നുമല്ല, പിന്നെ ഒന്നും കാര്യം വെച്ചാൽ ഞങ്ങൾക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടൊന്നുമില്ല, 100 ആയിട്ടുള്ളൂ. ഞങ്ങളെ സംബന്ധിച്ച് 100 എന്ന് വെച്ചാൽ വലിയ സംഭവമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ചെറിയ യൂട്യൂബ് കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ തുടങ്ങി, ഒരു മാസം കഴിഞ്ഞിട്ട് ഞങ്ങൾ തുടങ്ങിയിട്ട് അതിനിടെ 100 സബ്സ്ക്രൈബ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ 14 ആൾക്കാർ നമ്മൾ അറിയുന്നവരാണ് നമ്മളെ സപ്പോർട്ട് ചെയ്തത്. പിന്നെ കുറച്ച് പേര് ഇപ്പോൾ അറിയാതെ ഇങ്ങനെ വന്നിട്ടുണ്ട്, ഞാൻ സപ്പോർട്ട് ചെയ്ത് വെച്ചപ്പോൾ അങ്ങനെ കുറച്ച് പേര് വന്നു. അങ്ങനെ ഞങ്ങൾക്ക് 100 സബ്സ്ക്രൈബ് ആയി. അപ്പോൾ അതിന് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഞങ്ങൾ ചെറുതായിട്ട് ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. വേറെ ഒന്നല്ല, ബിരിയാണി മേടിക്കുന്നുണ്ട്, അതിന് ചെറിയ വീഡിയോ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ വേണം. വീട്ടിൽ അമ്മ അച്ഛനൊന്നും വിളിക്കില്ല, വേറെ ചെറിയ പരിപാടിക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങൾ വീഡിയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എല്ലാവരും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഗിവ് തരുന്നുണ്ട്, അത് തീർച്ചയായും ഞങ്ങൾ തരും. കാര്യം വേറെ ഒന്നല്ല, എല്ലാവരും സപ്പോർട്ടും കാര്യങ്ങളും വേണം. അല്ലെങ്കിൽ ഞങ്ങൾ ഗിവ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 200-250 ആകുമ്പോഴത്തേക്ക് ഏകദേശം ഞങ്ങൾ ഗിവ് തുടങ്ങും. അപ്പോൾ എല്ലാവരും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ ഓക്കെ. അച്ഛൻ എവിടെ പോകുന്നുണ്ടെന്ന് പറഞ്ഞ് പാപ്പു ദേ ഡ്രസ്സെല്ലാം മാറി നേരത്തെ വണ്ടിയുടെ മുമ്പിൽ സൈഡ് പിടിച്ചിട്ടുണ്ട്. വാശിയാണ്. അച്ഛൻ്റെ കൂടെ ഞാനും വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പാപ്പു നേരത്തെ ഡ്രസ്സെല്ലാം മാറി നിൽക്കുന്നുണ്ട്. അപ്പോൾ എങ്ങോട്ടാണെന്ന് ചോദ്യമൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ബിരിയാണി കഴിക്കാമെന്ന് കേട്ടപ്പോഴത്തേക്കും പാപ്പ പറഞ്ഞു എന്നാൽ പിന്നെ ഞാൻ എന്തായാലും വരുന്നത് എന്നെയും കൂട്ടണം എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചു വന്ന് പോകാമെന്ന് ഞാനും കരുതി. അപ്പോൾ നമ്മൾ നേരെ പോവാണ് കേട്ടോ. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാണോ എന്നറിയില്ല, ഇതാ വെയിലാണ്, നല്ല ക്ലൈമറ്റും കൂടിയാണ്. അതുപോലെ തന്നെ മഴയൊന്നും പെയ്തിട്ടില്ല ഇന്ന്, അതുകൊണ്ട് നല്ല റോഡെല്ലാം നല്ല ഉണങ്ങിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് റബ്ബറിൻ്റെ ഇലയെല്ലാം കൊഴിഞ്ഞ് ഇപ്പം നമ്മുടെ നാട് കാണാൻ നല്ല സൂപ്പറാട്ടോ. പിന്നെ അതുപോലെ തന്നെ ക്യാമറയിൽ കാണുന്ന പോലെ അല്ല കേട്ടോ നമ്മുടെ നാട്, അടിപൊളിയാണ്. ഇത് ഞാൻ ഫോട്ടോയിൽ വണ്ടിയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ തോന്നുന്ന കേട്ടോ. അപ്പം നമ്മളിത് ആ കോളിച്ചാൽ എത്താനായി. നമ്മളിത് ആ കോളിച്ചാലിലൊരു ഇവിടെ നിന്ന് ഞായറാഴ്ച അതിൻ്റെ പേരിൽ ഇന്ന് കുറേ കടകളില്ല. അപ്പോൾ പിന്നെ കുറച്ച് 2-3 ഹോട്ടലിലൊക്കെ ലീവാണ്. അപ്പം നമ്മളത് ഇങ്ങോട്ടുള്ളൊരു ഹോട്ടലിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ നേരെ ചെന്ന് ആ ചേട്ടനോട് പറഞ്ഞു ഒരു 3 ബിരിയാണി വേണം. അപ്പോൾ ആ ബിരിയാണി എടുക്കാൻ വേണ്ടി ആൾ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെയിറ്റിംഗ് ആണ് പുറത്ത്. അപ്പോൾ 3 ബിരിയാണിക്ക്, ഒരു ബിരിയാണിക്ക് എത്ര 110 രൂപ തോന്നുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ബിരിയാണി മേടിക്കാൻ വേണ്ടി പുറത്ത് വെയിറ്റിംഗ് ആട്ടോ. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ ബിരിയാണി കിട്ടി നമുക്ക്. അപ്പോൾ 3 ബിരിയാണി മേടിച്ചിട്ടുണ്ട്, എനിക്കും പാപ്പനും ഉണ്ണിക്കും കൂടി നമ്മൾ 3 മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ ഇനി വീട്ടിലോട്ട് പോകാം. വീട്ടിൽ പോകാൻ വേണ്ടി വണ്ടി സ്റ്റാർട്ടാക്കിയപ്പോഴത്തേക്കും പാപ്പൂര് ഭയങ്കര ആഗ്രഹം, അച്ഛാ എനിക്ക് 2 കോണൈസ് മേടിച്ചു തരുമോ? അങ്ങനെയാണെങ്കിൽ എന്താ പിന്നെ 2 കോണൈസ് മാത്രമല്ല ഒരു ചോക്കോബാറും കൂടെ മേടിക്കാമെന്ന് വിചാരിച്ച് തൊട്ടടുത്ത കടയിൽ തന്നെ ഞങ്ങൾ കയറി. അവിടെ പോയി പാപ്പൂന് 2 കോണൈസ് കൊടുത്തു. കോണൈസ് കൊടുത്തപ്പോഴത്തേക്കും പാപ്പു ഹാപ്പിയായി. അപ്പോഴത്തേക്കും ഞാൻ എന്താക്കി, എന്നാൽ പിന്നെ ഞാനൊരു ചോക്കോബാർ എടുക്കാം. എന്നാൽ പിന്നെ ഒരു ചോക്കോബാറും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചോക്കോബാറിൻ്റെ കണ്ടോ, ചെറിയ ചോക്കോബാറാണ്, വേറെ ചോക്കോബാർ ഇല്ല അവിടെ. അങ്ങനെ ഇപ്പോൾ ചെറിയൊരു ചോക്കോബാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ 2 സാധനം എടുത്ത് നേരെ വണ്ടിയിലോട്ട് പോയി. കുഴപ്പമില്ല, നല്ല ഐസാണ്. 10ൻ്റെ കോണാട്ടോ, നമ്മൾ ചെറിയ രീതി. അപ്പോൾ ഇനി കഴിച്ചിട്ട് നേരെ നമ്മൾ വീട്ടിലോട്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ വീടെത്താനായി. ഇനി വീട്ടിൽ പോയിട്ട് കുറച്ച് പരിപാടിയും കൂടിയുണ്ട്. അപ്പോൾ നമുക്ക് വാഴയുടെ പറിച്ചില്ല, നമുക്ക് ഇന്ന് ബിരിയാണി നമുക്ക് ഇലയിലൊക്കെ ആക്കി നല്ല സെറ്റപ്പ് ആക്കി കഴിക്കാം കേട്ടോ. ഒരു വാഴയുടെ ആവശ്യമുണ്ട്. പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ വാഴ വെത്താൻ വേണ്ടി പുറത്ത് പോയപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി നമുക്ക് വാഴയില്ലല്ലോ എന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ വിട്ടു അടുത്ത പറമ്പിൽ. അപ്പം നേരെ മേളിൽ വീട്ടിലൊരു വാഴയുണ്ട്. ആ വാഴയിൽ നിന്നാണ് നമ്മളിപ്പോൾ ഇല കൊത്തി എടുക്കുന്നത്. നമുക്കൊരു 3 ഇലയുടെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ 3 ഇലയും കൂടെ കൊത്തിയെടുത്ത് അവിടെ നിന്ന് തന്നെ സെറ്റാക്കിയിട്ട് നേരെ വീട്ടിൽ. ഇനി ബാക്കി പരിപാടി വീട്ടിൽ നിന്ന് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വാഴയെല്ലാം കൊത്തി നേരെ വീട്ടിലോട്ട് പോവാണ്. അതും പോട്ടി ചാട്ടിയൊക്കെയാണ് പോകുന്നത്. കാരണം എന്ന് വെച്ചാൽ സമയം 1:30 കഴിഞ്ഞു. പാപ്പനൊക്കെ വിശക്കാൻ തുടങ്ങി. പിന്നെ ഇനി പിടിച്ചിരിക്കാൻ പറ്റില്ല, പാപ്പന് മാത്രമല്ല ഞങ്ങൾക്കും വിശക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ പക്ഷേ നോക്കി നമ്മുടെ റബ്ബറും കാര്യങ്ങളൊക്കെ ഇവിടെ മുറിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ സ്ഥലം കാര്യങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. പിന്നെ ഇവിടെ വൃത്തിയൊക്കെ ആക്കാനുണ്ട്, കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതുണ്ടോ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതാ ഈ മരങ്ങളെല്ലാം കാണാൻ നല്ല ഭംഗിയായിട്ട് നമ്മുടെ സ്ഥലം കാണാൻ. ഇപ്പം നമ്മൾ വീടിൻ്റെ ഉള്ളിൽ നേരെ വാതിലോർന്ന് ഉള്ളിലോട്ട്. ഇനി ബാക്കി പരിപാടി ഉണ്ട് ഇനി. അപ്പോൾ വാഴെല്ലാം കഴുകിയെടുത്ത് നമ്മൾ സെറ്റാക്കി ഇതാ അച്ചാർ വിളമ്പി. അത് കഴിഞ്ഞ് പാഴ്സലാക്കി കൊണ്ടുവന്ന കച്ചമ്പർ നമ്മൾ കൂടെ എടുത്ത് നേരെ കച്ചമ്പർ വിളമ്പിയിട്ടുണ്ട്. ഇനി നമ്മൾ കൊണ്ടുവന്ന അടിപൊളി ബിരിയാണി, പൊളി സാധനം, അതിട്ട്
നല്ല മുട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഹാഫ് ബിരിയാണി ആണോ ഫുൾ ബിരിയാണി ആണോ എന്നറിയില്ല, പക്ഷെ നല്ലോണം ചോറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മള് 100 സബ്സ്ക്രൈബ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചെറിയ രീതിയിൽ നമുക്ക് പറ്റുന്ന രീതിയിലായിട്ട് നമ്മൾ മറ്റേ ചെറിയ രീതിയിൽ ഒന്ന് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇനി പുതിയ വീഡിയോയിൽ കാണാം. അപ്പൊ എല്ലാവർക്കും തെറ്റാതെ ബിരിയാണി കയ്യിൽ കിട്ടിയ ബാക്കിയുണ്ടോ എന്ന് പറഞ്ഞ പോലെയാണ്. ഇനി ഒന്നുമില്ല, ഇനി ഒന്നും നോക്കുന്നില്ല, അടിച്ച് കീറി കളയും തന്നെ. അപ്പോൾ ഓക്കേ.